കോളേജ് അധികൃതരുടെ നടപടികളിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ ഹർത്താലിൽ പ്രവർത്തകർക്കെതിരെ പോലീസ് അനാവശ്യമായി ബലപ്രയോഗം നടത്തിയതിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ മംഗലപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഹർത്താൽ ദിനത്തിൽ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്താൻ ശ്രമിക്കുന്നുവെന്നും പ്രവർത്തകരെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ഉപരോധം സംഘടിപ്പിച്ചത്. ഹർത്താൽ ദിനത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ദളിത് സംഘടനാ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞതെന്നും ഇതിൽ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണുള്ളതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായി. വിവിധ ദളിത് സംഘടനകളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷന് മുന്നിലെ ഉപരോധ സമരത്തിൽ പങ്കുചേർന്നത്. നീതി നടപ്പിലാക്കണമെന്നും പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം ശക്തമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹമാണ് സ്റ്റേഷൻ പരിസരത്ത് നിലയുറപ്പിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. സമാധാനപരമായി സമരം ചെയ്യാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ പോലീസ് അടിച്ചമർത്തുകയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രവർത്തകരും വേട്ടയാടപ്പെടുകയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും അവർ മുന്നറിയിപ്പും നൽകി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഉപരോധത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവും സംഘർഷാവസ്ഥയും നിലനിന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധക്കാർ താൽക്കാലികമായി പിരിഞ്ഞുപോയത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. വിസ്മയ ന്യൂസ്, മംഗലപുരം.